മുൻപ് വരെ എയർ കണ്ടീഷണർ എന്നത് ഒരു ആഡംബരമായിരുന്നു. എന്നാൽ ഇന്ന് അതൊരു ആവശ്യമാണ്. പക്ഷെ ഇന്നും സാധാരണക്കാരന് താങ്ങാനാവാത്തത് AC എന്ന ഉപകരണത്തിന്റെ ചെലവിനേക്കാൾ കൂടുതൽ അത് കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ കോസ്റ്റ് ആണ്. നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന സൂര്യപ്രകാശം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു AC ഉണ്ടെങ്കിലോ ഐഡിയ കൊള്ളാം അല്ലേ? സോളാർ എനർജിയും ഇലക്ട്രിക്കൽ എനർജിയും കമ്പൈൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ഹൈബ്രിഡ് സോളാർ എയർ കണ്ടീഷണറെ പരിചയപ്പെടാം ഇന്നത്തെ ഷോ കേസിലൂടെ. ഇന്ത്യയിൽ ആദ്യമായി ഒണിക്സ് എന്ന ബ്രാൻഡാണ് ഹൈബ്രിഡ് സോളാർ AC അവതരിപ്പിക്കുന്നത്. ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത്. ഒരു സാധാരണ 5 സ്റ്റാർ ACയുമായി കമ്പയർ ചെയ്യുമ്പോൾ 60% വൈദ്യുതി ലാഭമാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. നമ്മൾ മുറിയിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്താൽ ഒരു സാധാരണ AC അത് അറ്റൈൻ ചെയ്യാൻ എടുക്കുന്നതിന് പകുതി സമയം മാത്രമേ ഹൈബ്രിഡ് സോളാർ AC എടുക്കുന്നുള്ളൂ. സ്വാഭാവികമായും ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന ചോദ്യമുണ്ടാവും. ഒരു മൾട്ടി കംപ്രസർ ഫംഗ്ഷനിങ് ആണ് ഈ എയർ കണ്ടീഷണറിന്റെ പ്രത്യേകത. ഒരു സാധാരണ ACയുള്ള കംപ്രസറിനോടൊപ്പം തന്നെ സോളാർ എനർജിയിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ ബൂസ്റ്റ് കൂടിയാകുമ്പോൾ ഇതിന്റെ എഫിഷ്യൻസി കൂടുന്നു. ഒപ്പം ഡബിൾ ലെയർ കണ്ടൻസർ ആണ് ഇതിൽ ഉപയോഗിച്ചത്. പൂർണ്ണമായും കോപ്പറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് എനർജി സേവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഉപകരണത്തിന്റെ ലൈഫും കൂട്ടുന്നു. ഒരു സാധാരണ എയർ കണ്ടീഷണറിൽ 3 fold ഇവാപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലത് 4 fold ഇവാപ്പറേറ്റർ ആണ്. ഒരു AC ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് 3 ലക്ഷത്തിലേറെ ചിലവ് വരും. ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത്. എന്നാൽ ഒണിക്സ് ഹൈബ്രിഡ് സോളാർ AC ഉപയോഗിക്കുന്നത് സൺലൈറ്റിലെ ഹീറ്റ് എനർജിയാണ്. അതായത് ഇതൊരു തെർമൽ സിസ്റ്റമാണ്. പക്ഷെ എന്നിരുന്നാലും മഴക്കാലത്ത് അതായത് സൺലൈറ്റിൽ ചൂടിന്റെ അളവ് കുറയുന്ന സമയത്ത് പോലും ഈ AC പ്രവർത്തിക്കും. കാരണം ഇതിനുള്ളിലെ കണ്ടൻസേഷൻ ഹീറ്റ് കൊണ്ട് മാത്രം ഈ ACക്ക് പ്രവർത്തിക്കാനാവും. അതുപോലെ രാത്രി സമയത്ത് അതായത് സൺലൈറ്റ് അവൈലബിൾ അല്ലാത്ത സമയത്തും ഇത് പ്രവർത്തിക്കും. കാരണം ഇവിടെ 70 മണിക്കൂറോളം ബാക്കപ്പ്. കപ്പാസിറ്റിയുള്ള ഒണിക്സ് സോളാർ ഹൈബ്രിഡ് എയർ കണ്ടീഷണറിന് 39,500 രൂപയാണ് ചിലവ്. 1.65 ടൺ കപ്പാസിറ്റി ഉള്ളതാകുമ്പോൾ അത് 49,000 ആകുന്നു. 2 ടൺ കപ്പാസിറ്റി ഉള്ളതിന് 57,000 ആണ് ചിലവ്. ഇത് സാധാരണ ACയുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ വില അല്പം കൂടുതലല്ലേ എന്ന് സ്വാഭാവികമായൊരു സംശയം തോന്നാം. പക്ഷേ ഈ 2 ACയും ദിവസേന കൺസ്യൂം ചെയ്യുന്ന കറണ്ടിന്റെ കണക്കൊന്ന് കേട്ടാൽ ആ സംശയം മാറും. ഒരു നോർമൽ 5 സ്റ്റാർ എയർ കണ്ടീഷണർ ദിവസം 12 മണിക്കൂർ പ്രവർത്തിപ്പിച്ചാൽ 8.9 യൂണിറ്റ്സ് ഓഫ് കറണ്ട് ആണ് അത് കൺസ്യൂം ചെയ്യുന്നത്. എന്നാൽ ഒരു ഒണിക്സ് സോളാർ ഹൈബ്രിഡ് എയർ കണ്ടീഷണർ കൺസ്യൂം ചെയ്യുന്നത് വെറും 3.6 യൂണിറ്റ്സ് ആണ്. അതായത് ദിവസേന 5 യൂണിറ്റിലേറെ വൈദ്യുതിയുടെ ലാഭം. പുറത്ത് ചൂട് കൂടുന്നതിനനുസരിച്ച് അകത്ത് തണുപ്പ് കൂടും എന്നുള്ളതാണ് ഈ പ്രോഡക്റ്റിന്റെ ഹൈലൈറ്റ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ